ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഓർക്കിഡിനെ പരിചയപ്പെടുത്താം. ഇത് ഓർക്കിഡിലെ സിലോജിനി എന്ന് വരുന്ന സ്പീഷീസിലെ റോച്ചസിനി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സിലോജിനി സ്പീഷീസിൽ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട്. ഇതിനെ നെക്ലസ് ഓർക്കിഡ് എന്നും അറിയപ്പെടുന്നു. ഇത് കാണാനും അതുപോലെ തന്നെ നല്ല മാല പോലെ കിടക്കുന്നത് കൊണ്ടാണ് നെക്ലസ് ഓർക്കിഡ് എന്നും അറിയപ്പെടുന്നത്. ഈ വെറൈറ്റി വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പൂക്കാറുള്ളൂ. ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ് സാധാരണ പൂക്കാറുള്ളത്. ഇതിൻ്റെ പൂക്കൾ മാസങ്ങളോളം നിൽക്കാറില്ല. 2-3 ആഴ്ച അതിനുള്ളിൽ തന്നെ അത് ഉണങ്ങിപ്പോവും. പക്ഷേ അത് കുറച്ച് ദിവസമായാൽ പോലും ആ പൂക്കളുടെ ഭംഗി അതിമനോഹരമാണ്. അതുമല്ല, ഇത് നല്ല മണമുള്ളൊരു വെറൈറ്റിയാണ്. ശരിക്കും ഇതിൻ്റെ മണം നല്ല പ്ലസൻറ്റ് സ്മെല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള അതിരൂക്ഷമായൊരു മണമാണ് ഈ ഫ്ലവറിനുള്ളത്. ഈ ഫ്ലവർ ഫുൾ വിരിഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ചെറുതായിട്ടൊന്ന് ചൂടി നിൽക്കുകയും ചെയ്യും. മണം അധികം അത് പരക്കാറുമില്ല. എന്നാൽ പകൽ ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ഏരിയ മുഴുക്ക ഭയങ്കര മണമായിരിക്കും. ഈ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും ഈർപ്പം ആവശ്യമുണ്ടെങ്കിലും ഒരുപാട് ഈർപ്പവും തങ്ങി നിൽക്കാൻ പാടില്ല. ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കരിയും ഓടിൻ്റെ പീസും കുറച്ച് കൊക്കോ ചിപ്സും. ഈ പ്ലാന്റിൻ്റെ ലീഫ് വളരെ സെൻസിറ്റീവാണ്. സാധാരണ ഈ ലീഫിൽ ചെറിയൊരു അടയാളമേ കാണത്തുള്ളൂ. ഇതിപ്പം കുറച്ച് ചൂട് കൂടിപ്പോയി. ഞാൻ ഇട്ടെടുത്ത് കുറച്ച് ചൂട് കൂടിയത് കൊണ്ടാണ് ലീഫിൻ്റെ അറ്റമെല്ലാം കരിയുകയും ഇതുപോലെ നിറയെ ബ്രൗൺ വരകൾ വീഴുകയും ചെയ്തത്. ഈ വെറൈറ്റി സാധാരണ മലേഷ്യ, ഫിലിപ്പൈൻസ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് സാധാരണ കണ്ടുവരുന്നത്. ഈ വെറൈറ്റി ഒട്ടും ഡയറക്റ്റ് വെയിൽ കൊള്ളാതെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. മരത്തിനിടയിൽ കൂടെ കിട്ടുന്ന ലൈറ്റൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ചൂട് കൂടിയ ലൈറ്റ് കൊണ്ടാലാണ് ഈ ലീഫിനകത്തെല്ലാം ഇങ്ങനെ അടയാളങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഈ പ്ലാന്റിൽ ബഡ് വരുന്നത് മുതൽ ഫുള്ളായി വിരിയുന്നത് വരെയുള്ള സ്റ്റേജുകൾ കാണാം. ഇങ്ങനെയാണ് ആദ്യം ബഡ് വന്ന് തുടങ്ങുന്നത്. ഓരോ ലീഫിൻ്റെ നോഡിൽ നിന്നും ബഡ് ഉണ്ടാവും. ഓരോ സ്യൂഡോ ബൾബിലും ഫ്ലവർ ഉണ്ടാവും. ഇതിൽ നിറയെ ബഡ് ഉണ്ടായി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പുതിയ ഷൂട്ട് വരുന്നത് ഏറ്റവും അടിയിൽ നിന്നും അതിന് തൊട്ട് മുകളിൽ നിന്നാണ് ഫ്ലവറും ഉണ്ടാകുന്നത്. ഇതിൽ ബഡുകളെല്ലാം വിരിഞ്ഞു തുടങ്ങി. ഈ വിരിഞ്ഞു തുടങ്ങുമ്പോഴൊന്നും ഇതിന് മണമില്ല. ഇതുപോലെ ഫുള്ളായി വിരിഞ്ഞതിന് ശേഷമേ മണവും സ്പ്രെഡ് ആവത്തുള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പോട്ടിൻ്റെ പുറത്തൊന്നും വേരിറങ്ങിയിട്ടേയില്ല. സാധാരണ എല്ലാ ഓർക്കിഡിലും ഈ ഹോളിൽ കൂടെ വേര് പുറത്തു വരും. ഇതിനകത്ത് അങ്ങനെ വന്നിട്ടേയില്ല. ഇതിൻ്റെ റൂട്ട് അങ്ങനെ ഒരുപാട് സ്പ്രെഡ് ആവാത്ത തരത്തിലുള്ളതാണ്. എന്നാൽ ഞാൻ ഈ ഓർക്കിഡ് ഈ പോട്ടിൽ വെച്ചിട്ട് 5 വർഷത്തിന് മുകളിലായി. ഈ ഓർക്കിഡ് ഇതുപോലെ പരന്ന പോട്ടിൽ വെക്കുന്നതാണ് ഭംഗി. എല്ലാം നിറയെ ഷൂട്ടുകൾ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാത്തിലും ഫ്ലവർ വന്നു കഴിയുമ്പോഴാണ് ഭയങ്കര ഭംഗി. എന്നാൽ ആദ്യമേ വലിയ പോട്ടിൽ നടാതെ ചെറിയ പോട്ടിൽ നിന്ന് വളരുന്നതനുസരിച്ച് വേണം ഓരോ പോട്ടായിട്ട് സൈസ് അനുസരിച്ച് ഫില്ലാക്കി വേണം വലുതിലോട്ടാക്കാൻ. ഇതിന് വെള്ളം കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം അനുസരിച്ച് വേണം വെള്ളം കൊടുക്കാൻ. കൊക്കോ ചിപ്സ് മാത്രം ഉപയോഗിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു നേരം വെള്ളം നനച്ചാൽ മതി, അല്ലെങ്കിൽ 2 നേരം വെള്ളം കൊടുക്കണം. ഇതിൻ്റെ വളപ്രയോഗം പറയുവാണെങ്കിൽ നമുക്ക് മറ്റ് ഓർക്കിഡിന് കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസറും ഇതിനും കൊടുക്കാം. കെമിക്കലും കൊടുക്കാം, ഓർഗാനിക്കും കൊടുക്കാം. ഇതിൻ്റെ ഒരു പൂങ്കുലയിൽ 20 മുതൽ 50 ഫ്ലവർ വരെ ഉണ്ടാകും. ഇതിൻ്റെ ഏറ്റവും നീളമുള്ള സ്പൈക്കിൽ 46 ഫ്ലവർ ഉണ്ട്. ഈ ഓർക്കിഡിന് മറ്റ് ഓർക്കിഡിനെ അപേക്ഷിച്ച് പരിചരണവും വളരെ കുറവാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ വളർത്താം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.